വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി മൈമൂന മാവൂർ. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി ഒരു ദിവസം പാതിരാവിൽ തൻ്റെ വാതിലിനടുത്ത് നിന്നൊരു പതിവില്ലാത്ത കാലൊച്ച കേട്ടു. വാതിൽ തുറന്നു പരതിയപ്പോൾ നാസാരന്ധ്രങ്ങളെ തുളച്ചു കയറുന്ന ഒട്ടകമൂത്രത്തിൻ്റെ ദുർഗന്ധം, ഇരുട്ടിനെ വെല്ലുന്ന കറുത്ത ആൾരൂപം. സൂക്ഷ്മ നിരീക്ഷണത്തിൽ ആളെ തിരിച്ചറിഞ്ഞു. ഉമയ്യത്തിൻ്റെ എത്യോപ്യക്കാരനായ അടിമ ബിലാലുബിന് റബാഹ് ഒട്ടകത്തിൻ്റെ ആലയിൽ നിന്നും ആരും കാണാതെ എത്തിയതാണ്. അറേബ്യയിലെ ഖുറൈശി ജാതനും വെളുത്ത സുന്ദരനും സുമുഖനുമായ മുഹമ്മദ് എഴുന്നേറ്റ് നിന്ന് മുഷിഞ്ഞു നാറുന്ന ബിലാലിനെ ചേർത്തു പിടിച്ച് ആലിംഗനം ചെയ്തു. അടുത്തിരുത്തി ചുമലിൽ കൈവച്ച് സ്നേഹപൂർവ്വം സംസാരിച്ചു. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ ബിലാൽ സ്തബ്ധനായി. ബിലാൽ ജന്മനാ അടിമയാണ്. പിതാവ് റബാഹും മാതാവ് ഹമാമയും അടിമക്കമ്പോളത്തിൽ ആടുമാടുകളെപ്പോലെ വിൽക്കപ്പെട്ടവരാണ്. എല്ലാവരിലും അവഗണിക്കപ്പെട്ടവർ. നന്നേ നിസാരൻ, രാപ്പകൽ ഭേദമില്ലാതെ പണിയെടുക്കാൻ പിറന്നവൻ. നടത്തവും കിടത്തവും ഇരുത്തവും മാത്രമല്ല, വികാരവിചാരങ്ങൾ ഉൾപ്പെടെ എല്ലാം നിയന്ത്രിക്കപ്പെട്ടവൻ. കറുത്തവൻ പരിഷ്കൃത ലോകത്തുപോലും ബഹുദൂരം പിന്തള്ളപ്പെട്ടവനാണല്ലോ. അന്ന് അറേബ്യയിൽ വർണ്ണവംശ ഗോത്രവർഗങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കടുത്ത വിവേചനവും അഹംബോധവുമായിരുന്നു സാമൂഹ്യ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത്. പ്രവാചകനെ സംബന്ധിച്ച വിവരങ്ങൾ അബൂബക്കറിൽ നിന്നും കേട്ടറിഞ്ഞ ബിലാൽ ഇരുളിൻ്റെ മറവിലാണ് മാനവികതയുടെ വെളിച്ചത്തിലേക്ക് അടിമത്തത്തിൻ്റെ ചങ്ങല വലിച്ച് നടന്നു നീങ്ങിയത്. വിശ്വമാനവികതയുടെ ഊഷ്മളമായ ചേർത്തുപിടിക്കൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വംശവെറിയുടെ വേദന മാത്രം അനുഭവിച്ച പച്ചയായ ബിലാലിൽ ആത്മഹർഷമുളവാക്കിയതിൽ അത്ഭുതപ്പെടാനില്ല. പ്രസംഗപീഠങ്ങളിൽ നിന്നും ഉജ്ജ്വലമായ മാനവിക പ്രഭാഷണങ്ങൾക്ക് ദാരിദ്ര്യമേതുമില്ല. ഊഷ്മളമായ സമീപനങ്ങൾക്ക് ആരുണ്ട് എന്നതാണ് വലിയ ചോദ്യം. ജന്മമാണ് മഹത്വത്തിൻ്റെയും മാന്യതയുടെയും അടിസ്ഥാനവും മാനദണ്ഡവുമെന്ന ചിന്തയുടെ അടിവേരറുത്തുമാറ്റാൻ ചരിത്രത്തിലുടനീളം അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ടങ്ങൾക്ക് കാലം സാക്ഷിയാണ്. വർഗവെറിയേക്കാൾ അസഹനീയമാണ് വർണ്ണവെറി. കറുപ്പിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് പ്രാഥമിക വിദ്യാലയത്തിലെ ചെറിയ കുട്ടികൾക്ക് പോലുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. വെള്ളക്കാരൻ്റെ മേധാവിത്വത്തിൽ നിന്ന് രക്ഷ തേടി 7.5 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും വെളുപ്പിനോടുള്ള ആദരവ് നമുക്ക് സംസ്കാരത്തിൽ നിന്ന് അടർത്താനായിട്ടില്ല. മനുഷ്യരെല്ലാവരും സഹോദരന്മാരും സമന്മാരുമാണെന്നും തിരിച്ചറിയാൻ വേണ്ടി ചില ഗോത്രങ്ങളും വംശങ്ങളുമായി ക്രമപ്പെടുത്തിയതെന്നും ഉച്ചനീചത്വങ്ങളില്ലാത്ത സമാന ചിന്താഗതിയാണ് ഔന്നത്യമെന്നും തിരിച്ചറിയുന്ന ഒരു സാമൂഹ്യക്രമത്തിന് പ്രതിജ്ഞ ചൊല്ലുന്നതിനപ്പുറം പ്രവൃത്തിപദമാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കേണ്ടത്. ആധുനിക ലോകത്തെ അധിക ദുരന്തങ്ങൾക്കും നിമിത്തമായി വർത്തിക്കുന്ന ദേശീയതയും വംശീയതയും തീർത്തും നിരർത്ഥകമെത്രേ. ഭൂമിയിൽ മനുഷ്യൻ ചില വരകളും അതിരുകളുമിട്ട് അതിനിപ്പുറമുള്ളവരെ മിത്രങ്ങളും അപ്പുറമുള്ളവരെ ശത്രുക്കളുമായി കാണുന്ന സങ്കല്പങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ്. ഈ ധാരണകൾ ലോകത്തൊഴുക്കിയ രക്തച്ചൊരിച്ചിലുകൾ ചില്ലറയല്ല. നിസ്സഹായരായ കുഞ്ഞുങ്ങളും നിരാലംബരായ കുടുംബങ്ങളും കരകാണാ കയത്തിൽ അലയുകയാണ്. സമത്വ ദർശനവും സാഹോദര്യ സിദ്ധാന്തങ്ങളും ഏടുകളിൽ നിന്നും നാടുകളിലേക്ക് നടപ്പിലാകുക എപ്പോഴായിരിക്കും? വി മൈമൂന മാവൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.